ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പം ഉണ്ടാവുന്ന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പം സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുക, എൻ്റെ വീട്ടുമുറ്റത്ത് എന്തൊക്കെ ഫ്രാഞ്ചൈസിയോ എന്തൊക്കെ ബിസിനസ് ഉണ്ടോ അതാണ് ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാലോ, ഒരു വലിയ ട്രെൻഡ് ഉണ്ടായിരുന്നു. ചപ്പാത്തി കമ്പനികൾ, ടെർഫുകൾ, ചായക്കടകൾ, അല്ലെങ്കിൽ ഹോട്ടൽ, ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 12 ഇൻഡസ്ട്രി ഉണ്ട്, ഇൻക്ലൂഡിങ് പെയിൻറ്റ്, മാനുഫാക്ചറിങ്, കാർ ഡീറ്റെയിലിംഗ്. 12 ഇൻഡസ്ട്രിയിൽ ഏകദേശം ഒരു 6000-ൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ആദ്യം അറിയേണ്ടത് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് തിരിച്ചറിയാം. ഹാവ് മാക്സിമം ഓപ്ഷൻസ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ബിഗസ്റ്റ് മിസ്റ്റേക്ക്, ഈ പറയുന്ന ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, ഇതൊരു വലിയ ഫാക്ടറാണ്. നോർമലി അവർ ബിസിനസ് ലാഭം നോക്കും, ROI എന്നാണ് പറയും. ROI എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്ക് അറിയാം, മാക്സിമം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഓടുക. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇത് ചൂസ് ചെയ്യൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഇല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ഗോ ലോങ്, പെട്ടെന്ന് അത് കട്ട് ഓഫ് ആയി. മൂന്നാമത്തെ ഓപ്ഷൻ, ഐ ഫീൽ ഇറ്റ് ഇസ് 100% അതിലത്തെ ടേംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊരു ഫ്രാഞ്ചൈസിങ് ബിസിനസ്സാണ്. നിങ്ങളൊരാളെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ലോങ് ടേം റിലേഷൻ. അപ്പോൾ ആ റിലേഷൻ എന്തിൻ്റെ ബേസിലാണ്? അതിലെ ടേംസ്, ടെർമിനോളജീസ്, ലീഗൽ, ഫിനാൻസ്, ജോഗ്രഫി, ഇങ്ങനെ ഒരു നമുക്കറിയാത്തൊരു 100,000 ടേംസ് ഉണ്ടാവും. ഈ ടേംസിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് 10-15 വർഷം ഒരു ഫ്രാഞ്ചൈസിങ്ങിലുണ്ട്. ഇവിടെ നമ്മൾ ഈ ടേംസ് മുഴുവനും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ദാറ്റ്സ് വാട്ട് ഐ ഡു നോർമലി. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഫ്രാഞ്ചൈസിങ് ഇസ് എ ഗ്രേറ്റ് സക്സസ്.